എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാനത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന കൈറ്റിൻ്റെ ഏറ്റവും പുതിയ മൊബൈൽ ആപ്ലിക്കേഷനായ സമ്പൂർണ്ണ പ്ലസിൽ അധ്യാപകർ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത്. സംസ്ഥാനത്തെ 50 ലക്ഷത്തോളം കുട്ടികളുടെ ഹാജർ നില, പഠന പുരോഗതി, അതേപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നിവ രേഖപ്പെടുത്തുവാനും രക്ഷിതാക്കളുമായി അധ്യാപകർക്ക് ആശയവിനിമയം ചെയ്യാനുമാണ് കൈറ്റ് ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അധ്യാപകർ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഇവിടെ മുകളിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അത് വരുന്നതാണ്. ഇതാണ് സമ്പൂർണ്ണ പ്ലസിൻ്റെ കൈറ്റിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനായ സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അൺഇൻസ്റ്റാൾ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കാം. മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോയാണ് വരുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് യുവർ റോൾ എന്ന ഭാഗത്ത് 3 ഓപ്ഷൻ കാണും: ടീച്ചർ, HM, പേരൻറ്റ്. ഈ സമ്പൂർണ്ണ മൊബൈൽ ആപ്ലിക്കേഷനിൽ ടീച്ചറിന് ലോഗിൻ ചെയ്യാം, അതേപോലെ തന്നെ HMന് ലോഗിൻ ചെയ്യാം, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് പേരൻസിനും ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടീച്ചറിൻ്റെ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടീച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് ഇവിടെ യൂസർ നെയിമും പാസ്വേഡുമാണ് നൽകേണ്ടത്. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് HMൻ്റെ ലോഗിനിൽ നിന്നാണ്. അപ്പോൾ HMൻ്റെ ലോഗിനിൽ, അതായത് സമ്പൂർണ്ണയുടെ സ്കൂൾ ലോഗിനിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ ഓരോ അധ്യാപകരുടെയും യൂസർ നെയിമും പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ കാണുന്ന സമ്പൂർണ്ണയുടെ വെബ്സൈറ്റ് sampurna.kite.kerala.gov.in എന്ന ഈ വെബ്സൈറ്റ്, ഇതെല്ലാ അധ്യാപകർക്കും അറിയാവുന്നതാണ്. ഈ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്കൂളിൽ ലോഗിൻ ചെയ്യുന്നത് പോലെ തന്നെ സമ്പൂർണ്ണയുടെ യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ഇനി നമുക്ക് ഓരോ അധ്യാപകർക്കും സമ്പൂർണ്ണ പ്ലസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ കാണുന്ന ഡേറ്റ എൻട്രി യൂസേഴ്സ് എന്ന ഈ ടാബ് ക്ലിക്ക് ചെയ്യുക. ഈ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഞാൻ ഒരാളുടെ യൂസർ നെയിം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒരാളുടെ പേര് കാണിക്കുന്നത്. പുതിയതായിട്ട് ഒരു അധ്യാപകന് യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ന്യൂ ഡേറ്റ യൂസർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇവിടെ നമ്മൾ യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, ഇമെയിൽ ഇത്രയും നൽകി ക്രിയേറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മളുടെ മുഴുവൻ പേര് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് നമ്മളുടെ സമ്പൂർണ്ണയ്ക്കകത്ത് നൽകുന്ന അധ്യാപകൻ്റെ ഫസ്റ്റ് നെയിം ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് നെയിമും ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ കോളത്തിൽ ഒരു പാസ്വേഡ് നൽകുക. പാസ്വേഡിനകത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും നമ്പേഴ്സും ഉണ്ടാകണം. ഇത്രയും ഉള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം, ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഇമെയിൽ ID നൽകി ഇവിടെ ക്രിയേറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഈ വിൻഡോയിൽ ചെയ്യേണ്ടത്. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് നൽകി ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ അധ്യാപകൻ ഏത് ക്ലാസ്സിൻ്റെ ചാർജാണ് നൽകിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ക്ലാസ് സെലക്ട് ചെയ്യുക. ഇവിടെ 5ാം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 2 ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അധ്യാപകൻ്റെ ക്ലാസ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അധ്യാപകന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ അധ്യാപകൻ്റെയും യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ടീച്ചർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സമ്പൂർണ്ണയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ യൂസർ നെയിമും പാസ്വേഡും നൽകി ഇവിടെ ലോഗിൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്പൂർണ്ണ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ്. ഞാനിവിടെ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും നൽകുകയാണ്.
യൂസർ നെയിം പാസ്വേഡ് നൽകി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോയാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുറേ ടാബുകളുണ്ട്. ഈ ഓരോ ടാബുകൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ ആദ്യമായിട്ട് നമ്മുടെ പേരും ക്ലാസ് മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5A ഈ ക്ലാസ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ലിസ്റ്റിലേക്കാണ്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ അറ്റൻഡൻസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി തിരിച്ച് നമ്മൾ മെയിൻ മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടാബ് എന്ന് പറയുന്ന അറ്റൻഡൻസ് ലിസ്റ്റാണ്. അറ്റൻഡൻസ് ലിസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഓരോ ദിവസത്തെയും അറ്റൻഡൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ 16-ാം തീയതി വരെയുള്ള അറ്റൻഡൻസ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കുട്ടികളുടെയും നമുക്ക് അറ്റൻഡൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ടോട്ടൽ ആബ്സെൻറ്റ് പ്രസൻറ്റ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതാണ്. ടോട്ടൽ ആബ്സെൻറ്റ് ഇവിടെ 0 ആണ്. അപ്പോൾ ആബ്സെൻ്റ് ആയല്ലോ എന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ്, ഓരോ ദിവസത്തെയും കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയി മെയിൻ മെനുവിലേക്ക് തിരിച്ചു വരാം. അടുത്ത ടാബ് നോക്കാം. അടുത്ത ടാബിൽ എന്ന് പറഞ്ഞാൽ നമുക്കിനി അറ്റൻഡൻസ് ആഡ് ചെയ്യണം. ഓരോ ദിവസത്തെ അറ്റൻഡൻസ് ആഡ് ചെയ്യാൻ കൊണ്ടാണ്. അതായത് ആഡ് അറ്റൻഡൻസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓരോ ദിവസത്തെയും അറ്റൻഡൻസ് ഇവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ 18/6/2023 ഡേറ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കലണ്ടർ വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് 18-ാണ് തീയതി. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും ഈ 19 എന്നുള്ളത് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ആ ദിവസത്തെ അറ്റൻഡൻസ് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഓരോ കുട്ടികളുടെയും അറ്റൻഡൻസ് ആബ്സെൻ്റ് ആണോ പ്രസൻ്റ് ആണോ, അതുപോലെ ഇവിടെ ഫോർനൂണും ഉണ്ട് ആഫ്റ്റർനൂണും ഉണ്ട്. അപ്പോൾ അത് രണ്ടും മാർക്ക് ചെയ്തതിന് ശേഷം ഓരോ കുട്ടികളുടെയും ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സമ്പൂർണ്ണയിൽ ഈ ഒരു അറ്റൻഡൻസ് അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറ്റൻഡൻസ് എടുക്കേണ്ടത് ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ. ഇത് വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് മെയിൻ മെനുവിലേക്ക് പോയിട്ട് അടുത്ത ടാബ് നോക്കാം. അടുത്ത ടാബിൽ നിന്ന് പ്രൊഫൈലാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രൊഫൈൽ നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. അധ്യാപകൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, അതുപോലെ തന്നെ സ്കൂൾ ID, ഇത്രയുമാണ് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ടാബ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ലിസ്റ്റിൻ്റെ ടാബാണ്. ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ എല്ലാം പേര് വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു കുട്ടിയുടെ പേരിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകുന്നതാണ്. അവൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് കുട്ടിയുടെ ഫുൾ നെയിം, അതേപോലെ തന്നെ അഡ്മിഷൻ നമ്പർ, ജെൻഡർ, സ്കൂള്, സ്റ്റുഡൻറ്റ് കോഡ്, നാഷണാലിറ്റി, അതുപോലെ തന്നെ മദേഴ്സ് നെയിം, പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, കറണ്ട് ഡീറ്റെയിൽസ്, ഇതെല്ലാം നമുക്ക്, അതായത് സമ്പൂർണ്ണയിലുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുട്ടിയുടെ പ്രൊഫൈൽ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഈ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൽ ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ ഒരു ടാബിൽ ഉള്ളത്. ഇനി നമുക്ക് മെയിൻ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ടാബ് എന്ന് പറയുന്നത് എക്സാം ആണ്. ഈ എക്സാമിൻ്റെ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് എക്സാം മാനേജ് ചെയ്യാനെ കൊണ്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ടേം എക്സാം, ടേം 1, ടേം 2 ഇത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ടാണ് ഈ ഒരു ടാബ് നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത ടാബ് എന്താണെന്ന് നോക്കാം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടാബാണ് മെസ്സേജസ് എന്ന് പറയുന്നത്. ഈ ഒരു ടാബ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഓരോ കുട്ടിയുടെയും രക്ഷിതാക്കളുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു കുട്ടിയുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരൻസുമായിട്ട് ഇവിടെ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും കാര്യമൊക്കെ പേരൻസിനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം പേരൻസും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസിനോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസിനത് കാണാൻ സാധിക്കുന്നതാണ്. തിരിച്ച് റീപ്ലൈ നമുക്ക് തരുന്നതുമായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മെസ്സേജ് എന്ന ഈ ടാബ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് അധ്യാപകർ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അധ്യാപകർക്കെല്ലാം ഏറെ പ്രയോജനപ്പെടുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് സമ്പൂർണ്ണ മൊബൈൽ പ്ലസ് എന്ന ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു സവിശേഷത. കൈറ്റിൻ്റെ ഏറ്റവും പുതിയ ആപ്ലിക്കേഷനാണ് ഇത്. എല്ലാ അധ്യാപകർക്കും ഇതേപോലെ തന്നെ അറ്റൻഡൻസ് ലിസ്റ്റ് കാണാനും, അതുപോലെ തന്നെ ആ അറ്റൻഡൻസ് ആഡ് ചെയ്യാനും, അതുപോലെ തന്നെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനും, സ്റ്റുഡൻസ് ലിസ്റ്റ് കാണാനും, അതുപോലെ തന്നെ എക്സാം കാണാനും, അതിലുപരി രക്ഷിതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുവാനും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ അധ്യാപകർക്ക് പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ. താങ്ക് യു. ബൈ.